എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് എങ്ങനെയാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും ഇഡലിയും തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് വേണ്ടത് പച്ചരി, ഉഴുന്നുപരിപ്പ്, പിന്നീട് വേണ്ടത് സ്വല്പം ഉലുവ, പിന്നെ സ്വല്പം ചോറ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഉണ്ടാക്കാനായിട്ടും ദോശ ഉണ്ടാക്കാനായിട്ടും വേണ്ടത്. അതിനായിട്ട് നമുക്ക് പച്ചരി വെള്ളത്തിലിടണം, ഉഴുന്നും ഉലുവയും വെള്ളത്തിലിടണം. ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് അരയ്ക്കുന്നതെന്ന് കാണിക്കാം. അതിനായിട്ട് ഈ കട്ടോറിക്ക് 2 കട്ടോറി അരി ഇടുക. 2 കട്ടോറി അരി ഇട്ടു. ഇനി ഞാൻ ഈ 2 കട്ടോറി അരി ഇടുന്നതിന് 1 കട്ടോറി ഉഴുന്നാണ് ഇടുന്നത്. നമ്മൾ ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചിട്ടാൽ മതി, 3/4 കട്ടോറി ഇട്ടാൽ മതി. പക്ഷെ നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്നത് കൊണ്ട് നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അരി എത്രയാണോ ഇടുന്നത് അതിൻ്റെ പകുതി ഉഴുന്നുപരിപ്പ് ചേർക്കണം. 1 കട്ടോറി ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. ഉഴുന്നുപരിപ്പ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോഴേ ഫസ്റ്റ് ക്വാളിറ്റി തന്നെ ഉപയോഗിക്കണം. ഇത് ശ്രീചക്ര എന്നുള്ള ഒരു ബ്രാൻഡാണ്. പിന്നീട് ഉലുവ, ഇത്രയും ഉലുവ വെള്ളത്തിലിടണം. ഇതിന് ഒരു 3-4 മണിക്കൂർ നേരം നമുക്ക് വെള്ളത്തിലിട്ടിട്ട് കഴിഞ്ഞിട്ട് കുതിർന്നു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എങ്ങനെയാണ് അരയ്ക്കുന്നതെന്ന്. ഇപ്പോൾ ഒരു 3-4 മണിക്കൂറായി നമ്മൾ അരി ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ട് കഴുകി അരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ചോറാണ്. ഈ സ്പൂണിന് ഒരു 2 സ്പൂൺ ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സ്പൂണിന് 2 സ്പൂൺ ചോറ് ഇട്ട് കൊടുത്തു. ഇനി ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് തണുത്തിരിക്കും. തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മാവ് ചൂടാവത്തില്ല. മാവ് നല്ലതായിട്ട് ഗ്രൈൻഡറിൽ അരയ്ക്കുന്നത് പോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് നമുക്കിത് കുറച്ച് നേരം, ഒരു 10-20 മിനിറ്റ് നേരം ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് തണുപ്പിച്ചെടുക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ഉഴുന്ന് നന്നായിട്ട് തണുത്തു. ഒരു 10-15 മിനിറ്റോളം വെച്ചു. നന്നായിട്ട് തണുത്ത് കണ്ടില്ലേ. ഇതിന് നമുക്ക് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് ഉഴുന്നിൻ്റെ വെള്ളം നമുക്ക് അരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെള്ളം വീണ്ടും വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നിച്ച് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കാൻ പാടില്ല. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല കട്ടിയായിട്ട് മാവ് കുഴച്ചെടുക്കാം. ഇനി ഇത് അരച്ചുകൊണ്ട് വരട്ടെ. ഉഴുന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നു. ഒട്ടും തരിയില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട്. തരി ഉണ്ടെങ്കിൽ ഇഡ്ഡലി അത്ര സോഫ്റ്റ് ആവത്തില്ല. ഈ കട്ടിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് വെള്ളം ചേർത്ത് ലൂസാക്കരുത്. ലൂസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാവ് ശരിയാവത്തില്ല. ഈ പാകത്തിൽ ഇച്ചിരി കട്ടിയാണ്. ഈ പാകത്തിൽ മാവ് അരച്ചെടുത്തു. ഇനി ഇതുപോലെ തന്നെ അരിയും അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. അരിയും നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ തന്നെയാണ് അരിയും അരച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ കൈ നന്നായിട്ട് കഴുകിയിട്ട് ഈ അരിമാവ് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി വെക്കണം. കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി വെക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാക്ടീരിയ എല്ലാം കൂടെ ഈ മാവ്, നല്ല ബാക്ടീരിയ, കൈ വൃത്തിയായിട്ട് കഴുകിയതുകൊണ്ട് കേടായ ബാക്ടീരിയ ഒന്നും വരത്തില്ല. നല്ല ബാക്ടീരിയയും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ മാവ് നല്ല വൃത്തിയായിട്ട് പുളിച്ച് പൊങ്ങി പാകത്തിന് ഇരിക്കും. ഇനി ഒരു 4-5 മിനിറ്റ് നേരം നമ്മൾ നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കണം. ഒരു 4-5 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയിട്ട് കാണിക്കാം. ഈ മാവ് ഇളക്കുമ്പോൾ ഒരു വശത്തോട്ട് മാത്രമേ ഇളക്കാവുള്ളൂ. തിരിച്ചും മറിച്ചും തിരിച്ചു ഇളക്കരുത്. ഒറ്റ വശത്തോട്ട് മാത്രം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ഇപ്പോൾ 4-5 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി മാവ് ഈ പരുവത്തിലായിട്ടുണ്ട്. അധികം കട്ടിയില്ല, എന്നാൽ ലൂസും അല്ല. ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇതിനെ അടച്ചു വെച്ച് നന്നായിട്ട് പുളിച്ച് പൊങ്ങുന്നതിനായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇതൊക്കെ ആരെങ്കിലും ചെയ്യുന്നുള്ള പണികളാണോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് കൊണ്ട് മാവ് നന്നായിട്ട് തണുത്തിരിക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് പുളിച്ച് പൊങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി അടുത്ത പരിപാടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു ഷാൾ എടുത്തു, കമ്പിളിപ്പതപ്പ്. അതിനകത്തോട്ട് ഈ മാവ് വെച്ചു. എന്നിട്ട് നന്നായിട്ട് ഇത് അടച്ചു വെക്കണം. ചൂടൊട്ടും പുറത്തോട്ട് പോകാത്ത രീതിയിൽ ഇത് അടച്ചു വെച്ചിട്ട് നാളെ നേരം വെളുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നു നോക്കുമ്പോൾ മാവ് നല്ല പാകമായിട്ട് വരും. ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. നമ്മൾ ഇന്നലെ രാത്രിയിൽ അരച്ച് വെച്ച അരിമാവ് ഇതായിരിക്കുന്നു. അതെന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. മാവ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് പൊങ്ങി ആവശ്യത്തിന് പുളിയായിട്ട് മാവ് തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് മാവ് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. കാരണം ഇത്രയും നമുക്ക് മാവ് ആവശ്യമില്ല. അതുകൊണ്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇപ്പം നമുക്ക് ഇഡലി ഉണ്ടാക്കാൻ ആവശ്യമുള്ള മാവ് അങ്ങോട്ട് എടുക്കാം. ഇത്രയും മാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത്. ഇത് നമുക്ക് ഈ മാവിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഈ മാവിന് ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്ക് ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഈ മാവ് നന്നായിട്ട് ഇളക്കി വെക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ വാഴയില കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഓരോ ഇല വീതം നമുക്ക് വാട്ടിയെടുക്കാം. നമ്മള് ഇലയെല്ലാം വാട്ടിയെടുത്തു. ഇനി ഇലയൊന്ന് മുറിച്ച് ചെറുതാക്കി എടുക്കാം നമുക്ക്. അതിനായിട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ ഇലയുടെ ഷേപ്പ് ഇതാ ഇങ്ങനെ വരും. ഇങ്ങനെ മുറിച്ച് എടുക്കാം. ഈ 5 ഇല, ഒരു തട്ടിലേക്ക് 5 ഇഡ്ഡലിയാണ്. അപ്പം അത് ഒരു ഇല വെച്ചിട്ട് നമുക്ക് പുഴുങ്ങാം. വാഴയിലയ്ക്ക് പകരം പൂവരിശ അല്ലെങ്കിൽ ശീലാന്തിയുടെ ഇല ഉണ്ടെങ്കിലോ മുരുളുമുരിക്കിൻ്റെ ഇല ഉണ്ടെങ്കിലോ ഒക്കെ വെച്ച് നമുക്ക് ഇഡ്ഡലി പുഴുങ്ങാൻ പറ്റും. ആ ഇലയുടെ ഒരു ടേസ്റ്റ് വന്നു കഴിയുമ്പോൾ ഇഡ്ഡലിക്ക് ഒരു പ്രത്യേക സ്വാദും ഒരു പ്രത്യേക കളറുമാണ്. ഇനി ഇങ്ങനെ ബാക്കിയുള്ള ഇലയും കൂടെ ഒന്ന് ഞാൻ മുറിച്ചെടുക്കട്ടെ. ആ ഇലയെല്ലാം മുറിച്ചെടുത്തു. ഇനി ഈ ഇലയിലോട്ട് നമുക്ക് എണ്ണ പുരട്ടണം. എള്ളെണ്ണയാണ് പുരട്ടേണ്ടത്. സ്വല്പം എണ്ണ ഇങ്ങോട്ട് ഒഴിക്കുക. വേറൊരു ഇല എടുക്കുക, ഇങ്ങനെ തൂക്കുക. ഈ എണ്ണ കൊണ്ട് തന്നെ ഈ ഇലയെല്ലാം എണ്ണമയം നമുക്ക് പുരട്ടിയെടുക്കാം. ഇത്ര എണ്ണയുടെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ എണ്ണ പുരട്ടുകയും വേണ്ട, എന്നാൽ എല്ലാത്തേലും എണ്ണ ആകുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ ഇലയിലെല്ലാം എണ്ണ പുരട്ടിയെടുത്തു. വേറൊരു തട്ടില് നമുക്ക് എള്ളെണ്ണ പുരട്ടിയെടുക്കാം. അതായത് ഇല വെക്കാതെ പ്ലെയിനായിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അതിനായിട്ട് എണ്ണ എല്ലാ തട്ടയിലും നമുക്ക് പുരട്ടിയെടുക്കാം. തട്ടയിലെല്ലാം നമ്മൾ എണ്ണ പുരട്ടിയെടുത്തു. ഇനി ഇല വെക്കുന്ന തട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് പ്ലേറ്റിന്റെ പുറത്തോട്ട് വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഈ ഓരോ കുഴിയിലും ഈ ഇല വെക്കുക. മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിക്കാമേ. നമുക്ക് ഇഡ്ഡലിയുടെ മാവ് ഇഡ്ഡലി തട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇലയെല്ലാം വെച്ചു. ഇനി എന്താ ഈ ഇല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇഡ്ഡലിക്ക് പ്രത്യേകിച്ച് ഷേപ്പ് കാണത്തില്ല. ഇല എങ്ങനെയാണോ മടങ്ങിയിരിക്കുന്നത് ആ ഒരു ഷേപ്പിലായിരിക്കും.
വാഴയില ഞാൻ എടുത്തത്. എല്ലാവർക്കും മാർക്കറ്റിലാണെങ്കിലും വാഴയില വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളാണെങ്കിൽ ശീലാന്തി അല്ലെങ്കിൽ പൂവരശിൻ്റെ ഇല, ശീലാന്തി പൂവരശി ഒന്നാണേ, അതിൻ്റെ ഇല അല്ലെങ്കിൽ മുരിക്ക് അങ്ങനെയുള്ള ഇലകളാണ് സാധാരണ ഗ്രാമപ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നത്. സിറ്റിയിലുള്ളവർക്ക് കിട്ടത്തില്ല അതൊന്നും. അതുകൊണ്ടാണ് ഞാൻ വാഴയില എല്ലാവർക്കും എപ്പോഴും കിട്ടുമല്ലോ. വാഴയിലക്കകത്ത് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇല വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണവും ടേസ്റ്റുമാണ്. ഇത് നമുക്കിനി വേവാനായിട്ട് ഇഡ്ഡലി കുട്ടകത്തിലോട്ട് വെക്കാം. അടുത്ത തട്ടിൽ വെറുതെ നല്ലെണ്ണ മാത്രം പുരട്ടിയിട്ടുള്ളൂ. അതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വേവുന്നതിനായിട്ട് നമുക്ക് വെക്കാം. വെന്ത് കഴിഞ്ഞിട്ട് കാണാം. നമുക്ക് തേങ്ങാ ചമ്മന്തി അരയ്ക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ, 3-4 പച്ചമുളക്, പിന്നീട് അല്പം മുളക് പൊടി വേണം. മുളക് പൊടി കൂടരുത്. മുളക് പൊടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചമ്മന്തിയുടെ കളർ അങ്ങ് ചുമക്കും. ചെറിയ സ്പൂണിന് കുറച്ച് മുളക് പൊടി, 2 കഷ്ണം ചെറിയ ഉള്ളി, ഉപ്പ്. ഇഞ്ചിയുടെ സ്വാദിഷ്ടമുള്ളവർക്ക് ഇഞ്ചി ചേർക്കാം. പൊട്ടുകടലയുടെ സ്വാദിഷ്ടമുള്ളവർക്ക് പൊട്ടുകടല ചേർക്കാം. ഞാൻ പക്ഷേ ഇതൊന്നും ചേർക്കുന്നില്ല. ഇത്രയും കൊണ്ട് ചമ്മന്തി അരച്ച് കടുക് വറുത്തെടുക്കുകയാണ്. ഇനി ചമ്മന്തി നമുക്ക് അരച്ചുകൊണ്ട് വരാം. ചമ്മന്തി അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം അരയരുത്, പരു തരാന്നിരിക്കണം. എന്നാൽ തീരെ അങ്ങ് തോരൻ പരുവമല്ല, എന്നാൽ കുറച്ചുകൂടെ അരയണം. അരച്ചുകൊണ്ട് വരാമേ. നമ്മുടെ ചമ്മന്തി റെഡിയായി. അധികം അരഞ്ഞിട്ടില്ല, തരുതരാന്നാണ് അരഞ്ഞിരിക്കുന്നത്. ഇതിന് നമുക്കൊരു പാത്രത്തിൽ നമ്മൾ ഇഡ്ഡലി വേവാൻ വെച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു 7-8 മിനിറ്റായി. ഇഡ്ഡലി വെന്തു. നമുക്കിത് മാറ്റിയിട്ട് ചമ്മന്തി ഒന്ന് കടുക് വറുത്തെടുക്കാം. നമ്മുടെ പാത്രം ചൂടായി വന്നു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി, ഉള്ളിയൊക്കെ മൂത്തു, മുളകും മൂത്തു. ഗ്യാസ് ഓഫ് ചെയ്ത് കറിവേപ്പില ഇടാം. ഇത് നമുക്ക് ചമ്മന്തിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചമ്മന്തി വേണമെങ്കിൽ ഇങ്ങോട്ട് ഒഴിച്ച് അടുപ്പത്തോട്ട് വെച്ച് ചൂടാക്കാതിരിക്കാം. ഞാൻ പക്ഷേ ചൂടാക്കുന്നില്ല, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കത്തേ ഉള്ളൂ. നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇനി ഇഡ്ഡലി എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം നമ്മൾ ഇലയിൽ തയ്യാറാക്കി ഇഡ്ഡലി ഒന്ന് എടുക്കാം. അതിൻ്റെ ഷേപ്പ് കണ്ടോ, ഒരു വ്യത്യസ്തമായ ഷേപ്പാണ്. പല പല ഷേപ്പിലായിരിക്കും ഇഡ്ഡലി വരുന്നത്. അത് ഇല എങ്ങനെയാണോ മടങ്ങിയിരിക്കുന്നത് ആ ഷേപ്പിലായിരിക്കും ഇഡ്ഡലി വരുന്നത്. ഇനി മറ്റേ തട്ടിലെ ഇഡ്ഡലി ചൂടാറിയാൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ നേരിട്ട് തട്ടിലോട്ട് കോരി ഒഴിച്ച ഇഡ്ഡലി നമുക്ക് ഇളക്കിയെടുക്കാമേ. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി. നമ്മുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി
തയ്യാറായി. ഇങ്ങനെയാണ്. ഈ ട്രിക്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഡ്ഡലി വളരെ സോഫ്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റും. നമ്മൾ കമ്പിളിപ്പതപ്പിനകത്ത് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പുളി കൂടത്തില്ല. പാകത്തിന് പുളിച്ച് മാവ് പൊങ്ങി കൃത്യമായിട്ടിരിക്കും. ഞാൻ അതുകൊണ്ട് എന്നും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇഡ്ഡലിയും ചമ്മന്തിയും എടുക്കാം. ഞാൻ ഒരു ഇഡ്ഡലി ഒന്ന് മുറിച്ച് കാണിക്കാം, എന്നിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. എന്താ ഇത്ര സോഫ്റ്റ് ആണെന്ന് കണ്ട. ഇത് വൈകുന്നേരം ആയാലും ഇതുപോലെ തന്നെ ഇരിക്കും. ചൂടറിയാലും കല്ലിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ടൊന്ന് സെർവ് ചെയ്യാനെടുക്കാം. വളരെ സോഫ്റ്റായ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് തയ്യാറാക്കിയ ഇഡ്ഡലി, വാഴയിലയിൽ വെച്ച് തയ്യാറാക്കിയ ഇഡ്ഡലി തയ്യാറായി. വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയുമായിരിക്കും. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. വാഴയിലയും ഇഞ്ചിയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെ എല്ലാം ഫ്ലേവർ വരുമ്പോൾ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം. നമ്മുടെ ഇഡ്ഡലി വെന്ത് പാകമായി. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഷേപ്പൊന്നുമില്ല. ഇലയുടെ എങ്ങനെയാണോ മടങ്ങിയിരിക്കുന്നത് ആ ഷേപ്പിലാണ് ഇലയിൽ ഉണ്ടാക്കുന്ന ഇഡ്ഡലി. ഇനി നമ്മൾ എണ്ണ പുരട്ടി നേരിട്ട് തട്ടിലോട്ടിട്ട് ഇഡ്ഡലിയും തയ്യാറായി. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് വിളമ്പാം. നമ്മുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറായി. വൈകുന്നേരം ആയാലും ഇതുപോലെ തന്നെ ഇരിക്കും. അതിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തിയും സ്വല്പം ഉള്ളിയും മുളകും കൂടെയുള്ള ചമ്മന്തിയും തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കും സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം. നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി അതേ മാവ് കൊണ്ട് തന്നെ നമുക്ക് ദോശയും ഉണ്ടാക്കാൻ പറ്റും. ഇത് ഇഡ്ഡലിയുടെ പാകത്തിന് നല്ല കട്ടിയായിട്ടിരിക്കുന്ന മാവാണ്. നല്ല കട്ടിയിലിരിക്കുന്നതാണ്. ദോശ ഉണ്ടാക്കുന്നതിന് ഇതിൽ സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കണം. എന്നിട്ട് വേണം നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു നന്നായിട്ട് ഇളക്കി. മാവ് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിനെക്കാട്ടിൽ ഇച്ചിരൂടെ ലൂസായിട്ടിരുന്നാലേ ദോശ നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതാ ഇങ്ങനെ ഉള്ള ഇതാണ് ദോശമാവിൻ്റെ പാകം. ഈ പാകത്തിൽ തയ്യാറാക്കി ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശക്കല്ല് നമ്മൾ ചൂടാവാൻ അടുപ്പത്ത് വെച്ചു. ഇനി ഇതിൽ എണ്ണ പുരട്ടി കൊടുക്കാം. ദോശക്കല്ല് നന്നായിട്ട് ചൂടായി. നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ഈ തീ ഒന്ന് ഫുൾ ഫ്ലെയിമിലോട്ട് വെക്കാം. നമുക്ക് നമ്മുടെ ദോശയുടെ അടിഭാഗം മൂത്ത് വന്നിട്ടുണ്ട്. കുമ്പള പോലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോഴ് സ്വല്പം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടില്ല, സ്വല്പം. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഉലുവ ചേർത്തത് കൊണ്ടാണ് നല്ല ചുമന്ന കളറിൽ മുരിഞ്ഞ ദോശയായിട്ട് വന്നിരിക്കുന്നത്. ഇനി മറുഭാഗം കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ദോശ മൂത്ത് വന്ന് നമുക്കിത് വാങ്ങാം. ഇനി അടുത്ത ദോശ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ദോശക്കല്ലിൽ എണ്ണ പരത്തണം. എണ്ണയും നെയ്യും ഒക്കെ പരട്ടുന്നത് അവരവരുടെ ഇഷ്ടത്തിനാണ്. നെയ്യ് ഒഴിക്കേണ്ട, എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ട് ദോശ ചുട്ടെടുക്കാം. ഒരു നിർബന്ധവും ഇല്ല എണ്ണയും നെയ്യും ഒഴിക്കണമെന്ന്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം, ഇല്ലെങ്കിൽ സാധാരണ പോലെ ചുട്ടെടുക്കാം. മറിച്ചിടാനായിട്ട് പാകമായി. മറിച്ചിടാം.
ഈ ദോശയെ മൂത്തു. ഇങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ദോശ ചുട്ടെടുക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് എടുക്കാം. നമ്മുടെ ദോശ ഞാൻ ഇന്ന് എടുത്ത് വെച്ചിരിക്കുന്നത് ചമ്മന്തിയും ഇത് മുളകായപ്പൊടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നത് വെളിച്ചെണ്ണയിൽ ചാലിച്ച് ഉള്ളതാണ്. ഇതാണ് ഞങ്ങൾക്കുള്ള കൂട്ടാൻ. നമുക്കിത് വേണമെങ്കിൽ സാമ്പാറിൻ്റെ കൂടെ, മുളക് ചമ്മന്തി, കടലക്കറി ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. ദോശ കണ്ടോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ദോശയാണ്. ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്.